ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ ഷാലിമ. അപ്പോൾ നമ്മുടെ കേരള ബാങ്ക് ഒയുടെ എക്സാം ഡേറ്റ് ഒക്കെ വന്ന് എല്ലാവരും അറിഞ്ഞു അല്ലേ? എന്നാണ് ഒക്ടോബർ 26-ാം തീയതിയാണ് നമ്മുടെ എക്സാം ഡേറ്റ്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ LGS എക്സാം എഴുതുന്നവർക്കും എന്താണ് ഒരുപോലെ ഹെൽപ്ഫുൾ ആണ് നമ്മുടെ ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. കാരണം അതും വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലെ? ആ ഒരു LGS എക്സാമും നമ്മുടെ ഈ കേരള ബാങ്ക് ഒയ എക്സാമും തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല ക്വസ്റ്റ്യനിലൊക്കെ. ഓക്കെ, അതുപോലെ സിലബസും വലിയ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്ക് ഈ കേരള ബാങ്ക് ഒയ എക്സാമിന് വേണ്ടിയിട്ട് ഒരു 30 ഡേയ്സ് ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം നമ്മൾ നേരത്തെ കുറെ പഠിച്ചു എന്ന് വെച്ച് ലാസ്റ്റ് നിമിഷം നമ്മൾ എന്ത് പഠിക്കുന്നു അല്ലെ? ഒരു 30 ഡേയ്സ്, ആ ഒരു മാസം നമ്മൾ എന്ത് പഠിക്കുന്നു അതായിരിക്കും നമ്മുടെ മെമ്മറിയിൽ കൂടുതൽ നിൽക്കുക അല്ലെ? അപ്പൊ നമ്മളിവിടെ 30 ഡേയ്സിന്റെ ക്രാഷ് ബാച്ച് ആണ്. അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? നമുക്കറിയാം നമ്മുടെ സിലബസ് എങ്ങനെയാ വരുന്നത്. 80 മാർക്കിന് നമുക്ക് എന്ത് വരുന്നുണ്ട്? 80 മാർക്കിന് നമുക്ക് GK വരുന്നുണ്ട്. ബാക്കി 20 മാർക്കിന് നമുക്ക് എന്താണ്? നമുക്ക് മാത്സ് ആണ് അല്ലെ? മെന്റൽ എബിലിറ്റി പോലുള്ള മാത്സ് ആണ് നമുക്ക് 20 മാർക്കിന് വരുന്നത്. അപ്പോ ഫസ്റ്റ് ഡേ നമ്മൾ എന്താ ഇവിടെ പഠിക്കുന്നത്? നമ്മൾ ടൈം ടേബിൾ തയ്യാറാക്കിയാണ് പഠിക്കുന്നത്. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? പഠിക്കുമ്പോൾ എപ്പോഴും ഒരു ടൈം ടേബിൾ തയ്യാറാക്കി വെക്കണം അല്ലെ? ഏത് പോർഷനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കി ഒരു ടൈം ടേബിൾ തയ്യാറാക്കി മാത്രമേ നമ്മൾ പഠിക്കാവുള്ളൂ. വാരി വലിച്ച് ഒരിക്കലും പഠിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ ഡേ ഫസ്റ്റില് ജനറൽ നോളജ്. അതിൽ തന്നെ എന്താണ് നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ നവോത്ഥാന നായകന്മാരൊക്കെ നമ്മുടെ എല്ലാ PSC എക്സാമിനും ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? അല്ലെ ശ്രീനാരായണ ഗുരു, നമ്മൾ ഫസ്റ്റ് ദിവസം പഠിക്കുന്നത് ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, VT ഭട്ടതിരിപ്പാട്. അതുപോലെ ഇന്ത്യ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് ബംഗാൾ വിഭജനവും സ്വദേശി പ്രസ്ഥാനവും. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഡേ നമ്മൾ പഠിക്കുന്നത്. പിന്നെ സയൻസും പഠിക്കുന്നുണ്ട്. സയൻസിൽ എന്താണ്? മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ അതിൽ തന്നെ അന്നത്തെ ദിവസം തന്നെ നമ്മൾ മാത്സും മെന്റൽ എബിലിറ്റിയും പഠിക്കുന്നുണ്ട്. മാത്സിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകത എന്താന്ന് വെച്ചാൽ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്ത് നോക്കണം മാത്സ്. എന്നാൽ മാത്രമേ മാത്സ് നമുക്ക് സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ ആ ഒരു ടൈം മാനേജ്മെന്റ് ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും റിപ്പീറ്റ് ആയിട്ട് 1 മണിക്കൂർ, ഒത്തിരി സമയമൊന്നും വേണ്ട, 1 മണിക്കൂർ 1.5 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും മാത്സിന് വേണ്ടി മാറ്റി വെക്കണം. അപ്പൊ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയിൽ നമ്മൾ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ആണ് പഠിക്കുന്നത്. പിന്നെ സെക്കൻഡ് ഡേ വരുന്നുണ്ട് അല്ലെ? സെക്കൻഡ് ഡേയില് ഇതുപോലെ തന്നെ നമ്മൾ ജനറൽ നോളജില് ദേശീയ പ്രസ്ഥാനങ്ങൾ, മുസ്ലിം ലീഗ്, അതുപോലെ മിന്റോ മോർലി ഭരണ പരിഷ്കാരങ്ങൾ, ഹോം റൂൾ പ്രസ്ഥാനം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം, അങ്ങനെയുള്ള കാര്യങ്ങൾ സെക്കൻഡ് ഡേയില്. അതുപോലെ സയൻസ് ആണെങ്കിൽ ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും, അതുപോലെ മാത്സ് മെന്റൽ എബിലിറ്റിയില് അല്ലെ ലെസാഗു ഉസാഗ അതുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡേ 2 വരുന്നത്. അങ്ങനെ നമ്മൾ ഡേ 1 ഡേ 2 അങ്ങനെ പോയി ഒരു 10ാമത്തെ ദിവസം ആകുമ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് എന്തറിയാം, നമ്മൾ എത്രത്തോളം പഠിക്കുന്ന, കുറേ പഠിച്ചു പോകുന്നതിലല്ല കാര്യം, റിവിഷൻ ചെയ്യണം അല്ലെ? റിവിഷൻ ചെയ്താൽ മാത്രമേ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത്രയും ദിവസം പഠിച്ച കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 10ാമത്തെ ദിവസം എന്ത് ചെയ്യുന്നു? റിവിഷൻ ചെയ്യുന്നു അല്ലെ? അതുകൊണ്ട് തന്നെ ഒരു റിവിഷൻ എക്സാം ഉണ്ടാവും നിങ്ങൾക്ക്. നമുക്കറിയാം എത്രത്തോളം എക്സാം എഴുതി നോക്കിയാൽ മാത്രമേ ആ ഒരു എക്സാം പാറ്റേൺ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ LGS പോലുള്ള എക്സാം ആയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതെന്താണ്, നമ്മൾ കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത കുറവാണ്. അപ്പൊ നോർമലി ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ ചോദിക്കുക. അപ്പൊ എന്ത് ചെയ്യണം? ഈ 10ാമത്തെ ദിവസം റിവിഷൻ ചെയ്യുമ്പോൾ കൂട്ടത്തിൽ എന്താണ്? റിവിഷൻ എക്സാമും ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത്രയും ദിവസം പഠിച്ച കാര്യങ്ങളെ തറവായിട്ട് പഠിക്കാൻ ഒന്നുകൂടി പറ്റും. അതുപോലെ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് അത്രയും ദിവസം പഠിച്ച കാര്യങ്ങൾ സെറ്റ് ആവും. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ടൈം ടേബിൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം, നമ്മളിവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നമ്മുടെ കേരള ബാങ്ക് ഓഫീസ് അറ്റൻഡ് എക്സാമിന് വേണ്ടിയിട്ട് ഒരു പുതിയ ക്രാഷ് ബാച്ച് 30 ഡേയ്സ് ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? PSC ആദ്യമായിട്ടാണ് ഈ കേരള ബാങ്ക് ഒയ എക്സാം വിളിക്കുന്നതെന്ന് അറിയാം. അപ്പൊ കൂടുതൽ എന്താണ്, നല്ല രീതിയിൽ പഠിക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ കുറച്ചുകൂടി എഫേർട്ട് എടുത്താൽ എന്ത് ചെയ്യാം? നമുക്ക് നല്ല റാങ്ക് വാങ്ങിച്ച് ജോലി പ്രവേശിക്കാനും പറ്റും. അപ്പോ 30 ഡേയ്സ് ക്രാഷ് ബാച്ചിൽ നമ്മൾ കൊടുക്കുന്ന എല്ലാം എന്താണ്? സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂലുള്ള ക്ലാസ്സുകളാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്ലാസ്സുകളുടെ ഇടയിൽ എന്താണ്ടാവും? PDF നോട്ട്സ് ഉണ്ടാവും അല്ലെ? അങ്ങനെ ഒത്തിരി പ്രത്യേകതകളുള്ളതാണ്. അതുപോലെ നിങ്ങൾക്ക് സ്പെഷ്യൽ മെന്റർ ഉണ്ടായിരിക്കും അല്ലെ? നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെന്റർ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? ഈ ഒരു 30 ഡേയ്സ് ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ എക്സാം ഡേറ്റ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഒക്ടോബർ 26-നാണ് നമ്മുടെ എക്സാം ഡേറ്റ്. അതുപോലെ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക? 8921440580 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.
ഓൾറെഡി നിങ്ങൾ നമ്മുടെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ഈ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഗൂഗിൾ ഫോം രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ 30 ഡേയ്സ് ക്ലാഷ് ബാച്ചിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. ഓക്കെ, വീണ്ടും വേറെ ക്ലാസ്സുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.